ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും അത്യാവശ്യം വേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു മീഡിയം ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞത് ഇതൊരു മീഡിയം കിറ്റാണ്. ഇതിൽ 15 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഐറ്റംസ് എന്ന് നമുക്ക് ഇതിലേക്ക് തുറന്ന് നോക്കാം. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് 20 ഗ്രാമിൻ്റെ ഒരു ആൻറ്റി സെപ്റ്റിക് ക്രീമാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു ജിയോറോൺ എന്ന് പറഞ്ഞ ക്രീമാണ്. ഇത് ഉപയോഗിക്കുന്നത് മസിലിൻ്റെ പെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിയോറോൺ ക്രീം ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഐ ഡ്രോപ്പാണ്. ഐ ഡ്രോപ്പ് അല്ല, ഇത് കണ്ണിൽ ഒഴിക്കാം, അതുപോലെ ചെവിയിലും ഒഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രോപ്പാണ്. ഈ ഡ്രോപ്പ് എന്തെങ്കിലും കണ്ണിൽ പൊടിയോ ചെവിയിൽ എന്തെങ്കിലും പൊടിയോ പോയാൽ ഒഴിക്കാനുള്ള ഒരു ഡ്രോപ്പാണ്. അടുത്ത് നാലാമതായിട്ട് വരുന്നത് ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനാണ്. ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലോഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് മുറിവിലോട്ട് വയ്ക്കുന്ന പേഡാണ്. അപ്പോൾ ഇത് പല തരത്തിലുള്ള പല അളവിലുള്ള സ്പെസിഫിക്കേഷനുള്ള മെറ്റീരിയൽസാണിത്. അതും ഓരോ ടൈപ്പിലുള്ളതാണ്. ഇനി അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ചുറ്റി കിട്ടുന്ന റോളർ ബാൻഡേജസ്, അതൊക്കെയാണ് ഈ കാണുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് പാരസിറ്റമോളിൻ്റെ ഒരു സ്ട്രിപ്പ് പാരസിറ്റമോളാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ ബാൻഡേജ്, കുറച്ച് 5-6 ബാൻഡേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മുറിവുകൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്ററാണ്. അത് ഒരു റൗണ്ട് പ്ലാസ്റ്ററുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്ന ഈ 15 ഐറ്റങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. ഒരു മീഡിയം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഈ 15 ഐറ്റങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചത്. പലതരത്തിലുള്ള ബാൻഡേജും അതുപോലെ തന്നെ ഈ മുറിവ് ക്ലീൻ ചെയ്യുന്നതിനും ഒട്ടിക്കുന്നതിനായിട്ടുള്ള പല ബാൻഡേജൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ ഇനി 16ാമത്തെ ഐറ്റം, ഇതൊക്കെ കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സിസറും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അതുപോലെ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്നവർ, ഒരുപാട് മെഷീനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉറപ്പായിട്ടും അവിടെ ആവശ്യമാണ്. കാരണം എന്തെങ്കിലും ചെറിയൊരു നമ്മുടെ ഒരു അശ്രദ്ധ മതി, പെട്ടെന്ന് നമുക്കൊരു ചെറിയൊരു മുറിവുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് എയ്ഡ് വെച്ച് ആ വിക്ടിമിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയ വിക്ടിമിന് ആദ്യം നമ്മൾ നൽകേണ്ട ഒരു ശുശ്രൂഷ ആണ് ഈ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് നമ്മൾ നൽകേണ്ടത്. അതിന് ശേഷമാണ് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉറപ്പായിട്ടും എല്ലാ ഇതേപോലെ ടെക്നിക്കലായിട്ട് മെഷീൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എപ്പോഴും വേണം. അപ്പോൾ ഇത് നമ്മൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സുരക്ഷയാണ് എല്ലാത്തിനും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യൂ.